ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ ഹത്ത കയാക്കിങ്ങിൻ്റെ ഡെസ്റ്റിനേഷനിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഓൾറെഡി സ്വാൻ ലേക്കിലേക്ക് പോയിരുന്നു. അത് നമ്മൾ ഹത്തക്ക് പോണ വഴിയാണ് നമ്മൾ പോയിരുന്നത്. ഗൈസ്, നമുക്ക് ഹത്ത ഡാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ദുബായ്, ഫുജേറ, ഒമാൻ ഈ 3 സ്ഥലങ്ങളിലൊരു ജോയിനിങ് ആണ് ഹത്ത ഡാം. അവിടുത്തെ മെയിൻ ആക്ടിവിറ്റി കയാക്കിങ് തന്നെയാണ്, ഹത്ത കയാക്കിങ്ങും. വേറെ ആക്ടിവിറ്റീസായ മൗണ്ടൻ ഹൈക്കിങ്, പിന്നെ അതുമാതിരി ഫാം ബൈക്കിംഗ്, പിന്നെ സൈക്ലിംഗ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ ഓൾറെഡി ഉണ്ട്. നമുക്ക് പിന്നെ ബാക്കി കയാക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ബാക്കി സ്ഥലങ്ങൾ എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോയിലോട്ടാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തായാലും അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഡാമിലോട്ട് പോണ വഴിയാണ്. അപ്പോൾ ഒരു സംഭവം കണ്ടു. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് നിർത്തി ചവിട്ടിയതാണ്. വേറെ ഒന്നല്ല, ഇതാ നിങ്ങൾ തന്നെ നോക്കിക്കോ, ഹത്ത ഫോർട്ട് ഹോഴ്സ് റെൻ്റൽ. ഇവിടെ കുറച്ച് കുതിരകളെ കണ്ടിരുന്നു, നിങ്ങൾക്ക് നാട്ടിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഒരു കാഴ്ചയിലോട്ട് പകർത്തി തരാം. ഇതാ ഇവിടെ ഹോഴ്സ് റൈഡിങ് അവൈലബിൾ ആണ്. അത് നമുക്ക് ഈ ടൈമിലില്ല, നമുക്ക് ഈവനിങ് ടൈമാണത് തുറന്നു വരുന്നത്. ഇവിടെ ചെറിയൊരു ഇരിക്കാണ്, ഇവിടെ തന്നെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. എന്താ കുതിരകളെ കണ്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഹോഴ്സിൻ്റെ ചെറിയൊരു റൈഡിങ്ങിനുള്ള സെറ്റപ്പ് ഇവിടെ ഹത്തയിൽ. വേറെ ഇവിടെ ഹോഴ്സ് റൈഡിങ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് പോണ വഴി ചെറിയൊരു സംഭവമാണ്. നമുക്കപ്പോൾ ഇവിടുത്തെ ഇത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. പിന്നെ നമുക്ക് അവിടെ കാണാം, അവിടെ കുറച്ച് റിസോർട്ട് വില്ലകൾ കാണാം. ഇവിടെ ആൾക്കാർ റെൻ്റലായിട്ട് ഇതുണ്ട്, പിന്നെ കുറേ നാളുകളായിട്ട് താമസിക്കുന്നവരുണ്ടെന്ന് തോന്നുന്നു. വണ്ടികളൊക്കെ ഒരുപാട് പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ എന്തോ ഹത്ത എഡ്യൂക്കേഷണൽ എന്തോ സെക്കൻഡറി എഡ്യൂക്കേഷണലിൻ്റെ സ്കൂള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡാമിലോട്ട് പോവാം. ജസ്റ്റ് 3 minutes. നമ്മൾ ആ ഡാമിൻ്റെ എൻട്രൻസ് എത്താറായി. നല്ല മനോഹരമായ കാഴ്ചകളാണ്. ആ കുന്നിൻ്റെ സൈഡൊക്കെ വെട്ടിയൊക്കെ നോക്ക്. നിങ്ങളതിൽ കൂടെ റോഡ് കാണുന്നുണ്ടോ എന്നൊക്കെ അറിഞ്ഞൂടാ. അവിടെ റോഡൊക്കെ കാണാം നമുക്ക്. നമ്മളപ്പോൾ ഹത്ത കയാക്കിന് അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതാ നമുക്ക് ഡാം എത്തി. ജസ്റ്റ് 1 minute, ഒറ്റൊരു മിനിറ്റിനുള്ളിൽ നമുക്ക് ഡാമിൻ്റെ പോർഷൻ എത്തും. ഇവിടെ ഉഗ്രൻ കയറ്റാണ്. ഇവിടെ നടന്നു വരുന്നവരൊക്കെ ഉണ്ട് താഴെ വണ്ടി നിർത്തിയിട്ട്. നമ്മളിപ്പോൾ എന്തായാലും വണ്ടി എടുത്ത് പോവുക. കുറച്ചുള്ളൂ ഈ ഒരു പോർഷൻ. അതിൻ്റെ അപ്പുറത്താണ് ഡാമുള്ളത്. അവിടുന്ന് കയാക്കിങ്ങിനാണെങ്കിൽ നമുക്ക് താഴേക്ക് ഇറങ്ങാം. നമുക്ക് ഇറങ്ങാം. വെയിറ്റ് ചെയ്യും. ലെറ്റ്സ് സീ. നമ്മൾ ലോക്കായില്ലേ ഇപ്പോൾ, സാറില്ല അവിടെ ഇട്ടോളി. അങ്ങനെ നമ്മൾ ഹത്ത ഡാമിൻ്റെ പോർഷൻ എത്തി. ഇതാ ആ കാണുന്നതാണ് നമ്മൾ വന്ന വഴി. ആക്ച്വലി പാർക്കിങ് താഴെയാണ്. എന്നോട് ഡ്രോപ്പ് ചെയ്തിട്ട് ഏട്ടൻ താഴേക്ക് പാർക്കിങ്ങിന് പോയേക്കാം. നല്ലോണം കഷ്ടപ്പെടുന്നു തോന്നുന്നു തിരിച്ച് കയറി വരാൻ. ഇവിടെ വളരെ കുറവ് വണ്ടികൾ മാത്രമേ ഈ പോർഷനിൽ നമുക്ക് പാർക്ക് ചെയ്ത് കണ്ടിട്ടുള്ളൂ. നോക്ക് അവിടെ, ഇതാണ് നമ്മുടെ ഹത്ത ഡാം. നമുക്കവിടെ UAE ഫ്ലാഗ് കാണാം. ഇത് UAE പോർഷനാണ്, ദുബായ് പോർഷനാണ്. ഒരു പോർഷൻ വരുന്നത് എനിക്ക് തോന്നുന്നു ആ പോർഷൻ വരുന്നത് ഫുജേറ ഭാഗമാണ്. ഈ ഒരു സൈഡ് വേറെ ഒമാൻ സൈഡിന് വരുന്നത്. ഇതാണ് ഒരു ഹത്ത ഡാമിൻ്റെ പ്രത്യേകത.
നമുക്കവിടെ കയാക്കിങ്ങിൻ്റെ ബോട്ടുകൾ കാര്യങ്ങൾ കാണാം. പല ടൈപ്പ് ബോട്ടുകളുണ്ട്. സിംഗിളായിട്ട് പോകുന്ന, ഡബിളായിട്ട് പോകുന്നുണ്ട്, 4 പേർക്ക് ഇരുന്ന് പോവാം, ഫാമിലി, അങ്ങനെ പല ടൈപ്പ്. നമ്മൾ നാട്ടിൽ കണ്ടുവരാത്തത് വേറൊരു പ്രത്യേക സംഭവം കൂടി ഉണ്ട്. അതായത് ഈ സെറ്റപ്പും കൂടി ഉണ്ട്. നമുക്ക് ചാർജസ് വരുന്നത് 60 ദിർഹംസ് തൊട്ട് പിന്നെ 120, 150, 180 ഒക്കെ വരുന്നത് നമുക്ക് ചാർജസ്. ചിലത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ടൈം നമുക്കിതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ചിലത് നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിന് അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെ ഒരു രീതിയിലുള്ള ചാർജസാണ്. അവിടെ വേറെ നമുക്ക് അപ്പുറത്തെന്തോ ബോട്ടിങ് കൂടെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. പക്ഷേ അത് ഇവിടെ അല്ല, വേറെ പോർഷനിൽ നമുക്ക് അതിന് പോകണം. ഈ നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെയാണ് ഇതിൻ്റെ കയാക്കിങ്ങിൻ്റെ ചാർജസ് വരുന്നത്. സിംഗിള്, ഡബിള്, പിന്നെ VIP ബോട്ടുണ്ട്, ഡോണറ്റ് ബോട്ടുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചാർജസ് കോമൺലി വരുന്നത്. നമുക്കിവിടെ കുറച്ച് ആടാന്ന് തോന്നുന്നു, വരയാടോ അങ്ങനെ എന്തോ സംഭവം തോന്നുന്നു. ആടുകളെ കാണാം അവിടെ. മല കയറി പോകണമെന്ന് നോക്കുക അവർ. എന്താ നോക്കേ, ഇതാ ഈ ഒരു സംഭവത്തിൻ്റെ മേലാണ് കേട്ടോ. അവിടെ നിന്ന് സർക്കസ് കളിക്കുക. ഓക്കെ, ഇതൊക്കെ ഉരുണ്ട് നിലത്ത് വീണല്ലേ, കാര്യമല്ലോ വെച്ചൊക്കെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു അടിപൊളി ജീവിതം തന്നെ. നമുക്കപ്പോൾ തിരിച്ച് എന്നാൽ പിന്നെ മല കയറിയാലോ. കുറച്ച് താഴോട്ട് ഇറങ്ങി വന്നു ഇത് കവർ ചെയ്യാനായിട്ട്. ഇനി മൊത്തം കയറണം. നമ്മൾ നേരെ മേലോട്ട് വന്നിട്ടുണ്ട്. ഷൂട്ടിങ്ങിൻ്റെ ടൈം എത്രയാണ് അവിടെ? നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ആ ഒരു എൻഡിലായിട്ടാണ് ഡാമിൻ്റെ പോർഷൻ കാണാൻ. നമുക്ക് അവിടെ എന്തോ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അങ്ങോട്ടേക്ക് കിടക്കാൻ പറ്റില്ല. നോക്കാം, ട്രൈ ചെയ്യാം. പറ്റുവാണെങ്കിൽ അതും കൂടെ നമുക്ക് എന്തായാലും കാണാം. നമ്മൾ നേരത്തെ അങ്ങ് താഴെ കണ്ട ഒരു ടീമുകളാന്ന് തോന്നുന്നു ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ക്യാമറ സംഗതികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ടൈം ഇപ്പോൾ 9 മണിയായി. നമ്മളെ കയാക്കിങ്ങിൻ്റെ വീഡിയോസ് കണ്ടു. ഇല്ല, അടിപൊളി സംഭവമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വലിയ റേറ്റ് ഒന്നും ഇല്ലാത്തല്ലോ. പിന്നെ ഇപ്പം ഇത്തിരി ചൂടാണ്, നല്ല ചൂടാണ് ഇപ്പോൾ. വെയിലടിക്കുന്ന നോക്ക്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഞങ്ങളപ്പോൾ പതിയെ മല ഇറങ്ങാണ്. ഇനി നമുക്ക് വേറൊരു സ്ഥലം പോകാനുള്ളത്. ഇവിടെ വാദി ഹബ്ബ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നമ്മൾ അങ്ങോട്ടേക്കാണ് അടുത്ത് പോകാനുള്ളത്. സോ ലെറ്റ്സ് ഗോ ഗൈസ്.